ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. യെസ്, Q&A വീഡിയോ ആണ്. ഇനി എന്നെക്കുറിച്ച് കുറേ പേർക്ക് അറിയാത്തവരുണ്ട്. ഞാൻ ഒരു 15 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ആൻസർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, ഐ എം ആദ്ര. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബൌട്ട് യുവർ സെൽഫ്, ഏജ് ആൻഡ് ജോബ്. മൈസെൽഫ്, എൻ്റെ പേര് ആർദ്ര ആൻഡ് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ആൻഡ് മൈ ഏജ് ഈസ് 22 ആൻഡ് മൈ ജോബ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ. ആൻഡ് ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. വന്നിട്ടൊരു 6 months ആയിട്ടുള്ളൂ. ഞാൻ കൊച്ചിയിൽ ആദ്യമായിട്ടാണ്. ആൻഡ് അബൌട്ട് മൈ സെൽഫ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്വാളിഫിക്കേഷൻ. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ PG ഗ്രാജുവേറ്റ് ആൻഡ് ഞാൻ UGയും PGയും കഴിഞ്ഞു. ലാസ്റ്റ് മന്താണ് എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞത്. പിന്നെ ഞാൻ ഡേറ്റ അനാലിറ്റിക്സ് ആണ് പഠിച്ചത്. മീൻസ് MSc ഡേറ്റ അനാലിറ്റിക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഡേറ്റ അനാലിറ്റിക്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രണ്ടും തമ്മിൽ ആക്ച്വലി കണക്ഷൻ ഇല്ല. ഞാൻ പഠിച്ചത് വേറൊരു ഫീൽഡ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വേറൊരു ഫീൽഡ്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇഷ്ടമില്ല എന്നല്ല, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എനിക്ക് ഈ ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഡേറ്റ അനാലിറ്റിക്സ് ഫീൽഡിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. നോക്കാം. കറണ്ട് പോയി. കറണ്ട് വരുമെന്ന് വിചാരിച്ച് കുറേ നേരം ഇരുന്നു, പക്ഷെ കറണ്ട് വരുന്നില്ല. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഡാൻസിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത് ആൻഡ് വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ഡാൻസിങ്. എങ്ങനെയാണ് ഡാൻസിൽ ഇൻട്രസ്റ്റ് വന്നതെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അമ്മയ്ക്കാവാൻ പറ്റാത്തതുകൊണ്ട് എന്നെ 2nd സ്റ്റാൻഡേർഡിലും എൻ്റെ ചേച്ചി ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. എല്ലാവരെയും ട്യൂഷനാണ് ജോയിൻ ചെയ്യിപ്പിക്കുക. എൻ്റെ അമ്മ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ എൻ്റെ അച്ഛനമ്മയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് ഒരു 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നു. ആൻഡ് 4th സ്റ്റാൻഡേർഡിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു, എൻ്റെയും ചേച്ചിയുടെയും. 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഓൾമോസ്റ്റ് എത്ര വർഷമായി? 7 വർഷം വരെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു പഠിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഞാൻ വെസ്റ്റേൺ സ്റ്റൈൽ പഠിച്ചാലോ എന്ന് എനിക്ക് തോന്നിയത് ഇത്ര സ്റ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ നിന്നും 10th വരെ ഞാൻ ഇവിടെ എത്തിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ എത്തിയെന്ന് തോന്നിയപ്പോൾ ഓക്കെ, ഞാൻ ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മളതിൽ ഇമ്പ്രൂവ് ആവും, അല്ലേ? അപ്പോൾ എനിക്കതിൽ ഇമ്പ്രൂവ് ആയെന്ന് തോന്നിയപ്പോൾ ഞാൻ ഓക്കെ, ഇനി വെസ്റ്റേൺ സ്റ്റൈൽ പഠിച്ചാലോ എന്ന് തോന്നി. എൻ്റെ വീട്ടിന് കുറച്ച് ദൂരമായിട്ട് ഞാനൊരു ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു വെസ്റ്റേൺ പഠിക്കാനായിട്ട്. എൻ്റെ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ വെസ്റ്റേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, വെസ്റ്റേൺ സ്റ്റൈൽ. അങ്ങനെ ഞാൻ 10th സ്റ്റാൻഡേർഡ് മുതൽ ഇതും 7 years, ഇപ്പോൾ 7 years ആയിട്ട് ഞാൻ വെസ്റ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും ഞാൻ വെസ്റ്റേൺ പഠിക്കുന്നുണ്ട്. മീൻസ് ക്ലാസ്സിൽ പോയി പഠിക്കുന്നില്ല. ലൈക്ക് ഞാൻ തന്നെ തെറ്റ് കണ്ടുപിടിച്ച് തെറ്റത് ഓക്കെ കറക്റ്റാക്കിയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ആൻഡ് ഞാൻ ഒരു 3 years ഡാൻസ് ക്ലാസ്സിന് പോയി 10th മുതൽ. ആൻഡ് അത് ഞാൻ ക്വിറ്റ് ചെയ്തു. പിന്നെ പ്രോഗ്രാംസിന് പോകാൻ തുടങ്ങി, പിന്നെ കോമ്പറ്റീഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡാൻസിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ഡാൻസിങ് എന്ന് ചോദിച്ചാൽ 2nd സ്റ്റാൻഡേർഡിൽ ആരെയും നമ്മൾ ഇൻസ്പയർ ചെയ്യില്ലല്ലോ. മീൻസ് ആ ഒരു ഏജിലാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻസ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് അങ്ങനെ ആരും ഇല്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും അന്ന് ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് പകരം ഒരു ട്യൂഷനിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചതാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. 4th ക്വസ്റ്റ്യൻ, ഏത് ഏജിലാണ് മാരേജ് ചെയ്യുന്നത്? ആക്ച്വലി എനിക്കിപ്പോൾ മാരേജ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ എൻ്റെ മൈൻഡിലില്ല. എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പൈസ ഉണ്ടാക്കിയാൽ മതി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാരേജ് എന്നൊരു കോൺസെപ്റ്റ് സീരിയസ്ലി ഇല്ല. മാരേജ് എനിക്കത് കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് സ്കിപ്പല്ല, ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. റിലേഷൻഷിപ്പ് ഓർ ഡു യു ഹാവ് എനി ബോയ് ഫ്രണ്ട്?
ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എനി ബോയ് ഫ്രണ്ട് സീരിയസ്ലി. 6th question, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് ഇൻ യുവർ ലൈഫ്? ലൈഫിൽ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് എന്ന് തോന്നുന്നത് 2 റിഗ്രറ്റ്സ് ഉണ്ട്. 2 റിഗ്രറ്റ്സിൽ ഒന്നാമത്തേത്, എനിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കിപ്പോൾ ഗ്രോ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എനിക്കത് മുന്നേ ചെയ്തുകൂടെ എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഞാനൊരു ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ, UG ഒക്കെ പഠിക്കുമ്പോൾ അപ്പോൾ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നെപ്പോഴും എനിക്ക് റിഗ്രറ്റ് തോന്നാറുണ്ട്. അത് മെയിൻ. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്ന ഒരു റിഗ്രറ്റാണ്. അതെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കപ്പോൾ ചെയ്യായിരുന്നു, അങ്ങനെ ഒരു റിഗ്രറ്റായിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എനിക്ക് അത് എന്താ, എനിക്കിപ്പോഴെന്നെ ആ ഒരു റിഗ്രറ്റാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ UG ആക്ച്വലി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് UG കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴായിരുന്നു PG ചെയ്താലോ എന്നുള്ളൊരു തോട്ട് തോന്നിയത്. അപ്പോൾ ഭാരതീയർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിലാണ് ഞാൻ പഠിച്ചത്. പോകുമ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഇത് യൂണിവേഴ്സിറ്റി അല്ലേ, അടിപൊളിയായിരിക്കും. ഞാൻ കോളേജിലല്ലേ ഈ 3 വർഷം പഠിച്ച ഡിഗ്രി. അപ്പോൾ എനിക്ക് കോളേജിൽ നിന്നും ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് മാറുമ്പോൾ ഒരു ഡിഫറെൻറ്റ് തോട്ടല്ലേ, അടിപൊളിയായിരിക്കും എന്ന് അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അങ്ങനെ യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഞാൻ റെഗുലറാണ് ചൂസ് ചെയ്ത, ഡിസ്റ്റൻസ് അല്ല. രാവിലെ എണീക്കുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു. രാവിലെ എണീക്കുന്നു, എക്സാമിന് പോകുന്നു, തിരിച്ചു വരുന്നു. 2 ആഴ്ച കഴിഞ്ഞു, വീട്ടിൽ പോകുന്നു, കറക്റ്റാണ്. ഈ 3 കാര്യങ്ങളായിരുന്നു എൻ്റെ 1.5 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തിട്ട് 1.5 വർഷം സക്സസ്ഫുള്ളി വേസ്റ്റഡ്. അപ്പം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ആ 1.5 വർഷം എനിക്ക് എൻ്റെ ഡാൻസിന് അല്ലെങ്കിൽ എൻ്റെ പാഷന് വേണ്ടി മാറ്റി വെച്ച് ഞാൻ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഇപ്പോൾ റിഗ്രറ്റ് അടിക്കുന്നത്, എന്തിനാ ഞാൻ PG എടുത്ത് എന്നല്ല, PG എടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക്. അതെനിക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ ഞാൻ പഠിക്കായിരുന്നു, അപ്പോൾ എനിക്ക് കോളേജ് ലൈഫെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതാണ് എൻ്റെ 2 റിഗ്രറ്റേ ഉള്ളൂ എൻ്റെ ലൈഫിൽ, ഇത് 2. 7th question, എഡിറ്റിംഗ് എങ്ങനെയാണ് പഠിച്ചത്? എഡിറ്റിംഗ് എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ചിട്ടില്ല. മീൻസ് ഞാൻ പഠിക്കാനായിട്ട് ആ കോഴ്സിന് പോവോ അല്ലാതെ യൂട്യൂബ് കുത്തിയിരുന്ന് പഠിക്കുമോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഡാൻസ് വീഡിയോസൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞാൻ എഡിറ്റിങ്ങിലോട്ട് വന്നത്. ഈ ഒരു ജേർണിയിൽ ഞാൻ എൻ്റെ ഡാൻസ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മുതൽ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പറയേണ്ടത്. സോ ഞാൻ എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല, ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നു എന്നുള്ളൂ. അല്ലാതെ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ചെയ്യും, അഥവാ ഒന്നും അറിയില്ലെങ്കിൽ മാത്രം യൂട്യൂബിൽ നോക്കും, അങ്ങനെ ചെയ്യും, അത്രയേ ഉള്ളൂ. ആൻഡ് 8th question, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരു സ്മൈൽ വരില്ല, ആ ഒരു സ്മൈൽ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നു. എന്താ ഞാൻ വായിക്കാം. Hey, I have always wondered what it would be like to talk to you, grab a coffee or just spend some time together. But things are not the same as they used to be. Still, if you ever get a chance to reconnect with someone you once knew, would you go for it? Yes. If it was a good friend, I would be happy to reconnect. എനിക്കറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ യെസ്, അതിനെന്താ, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രണ്ട്ഷിപ്പ് and a situation. 9th question, introvert or extrovert? എനിക്ക് തോന്നിയിട്ടുള്ളത് സംടൈംസ് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ചില സിറ്റുവേഷനിൽ ഞാൻ ഇൻട്രോവേർട്ടാണ്, ചില സിറ്റുവേഷനിൽ ഞാൻ ആംബിവേർട്ടാണ്. കൂടുതലും ഞാൻ ആംബിവേർട്ടാണെന്ന് തോന്നിയിട്ടുള്ളത്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ അത് മീൻസ് റെയറാണ്, ചില സിറ്റുവേഷൻസിൽ മാത്രം. ആൻഡ് 10th question ഈസ്, ടൈം ട്രാവൽ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ, വിച്ച് വൺ യു ചൂസ്? എന്തായാലും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇമ്പോസിബിൾ. സോ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഞാൻ പാസ്റ്റേ ചൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ വരണം, അങ്ങനെ എനിക്ക് തോന്നുന്നു, അല്ലാതെ ഫ്യൂച്ചറിൽ പോകണമെന്നല്ല. പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. സോ പാസ്റ്റിൽ നിന്ന് ഒന്നുകൂടെ എനിക്ക് ഹാപ്പിയായി വരണം എന്നൊരു തോട്ടുണ്ട്. സോ ഞാൻ പാസ്റ്റേ ചൂസ് ചെയ്യുള്ളൂ. 11th question ഈസ്, ഇഫ് യു കുഡ് ചേഞ്ച് വൺ തിങ് അബൌട്ട് യുവർ സെൽഫ്, അതെന്താ? എനിക്ക് എൻ്റെ വൺ തിങ് എന്ന് പറയുമ്പോൾ എൻ്റെ ബിഹേവിയർ അല്ല. എൻ്റെ ബിഹേവിയറിൽ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് എൻ്റെ ബിഹേവിയർ എന്താ അത്ര മോശമെന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ
ഇത് തോന്നിയിട്ടുണ്ട്, ലൈക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇത് മുന്നേ ചെയ്തുകൂടെ, അതൊരു ബിഹേവിയർ അല്ല. ഓക്കെ, ദാറ്റ്സ് ദ പോയിന്റ്. എൻ്റെ ബിഹേവിയറിൽ എനിക്കൊന്നും ഇതുവരെ ചേഞ്ച് ചെയ്യാൻ തോന്നിയിട്ടില്ല. എനിക്ക് അത്ര മോശമായിട്ട് എൻ്റെ ബിഹേവിയറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോറി. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. ഈ ഇയറിൽ കിട്ടിയ ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ? ഈ ഇയറിൽ കിട്ടിയ ബെസ്റ്റ് ഗിഫ്റ്റ് എ നൈസ് വാച്ച്. ഇതല്ല, വേറെ വാച്ച്, നൈസ് വാച്ച്. 13th ക്വസ്റ്റ്യൻ. ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം എന്താ? ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്കൊരു ഐഫോൺ വാങ്ങണമെന്ന്. ആൻഡ് അത് ഞാൻ സക്സസ്ഫുള്ളി ഞാനത് വാങ്ങിച്ചു. അതായിരുന്നു എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ആൻഡ് ഇനിയും ഉണ്ട്, പക്ഷെ അത് ഞാൻ സക്സീഡായിട്ടേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻ ബാലൻസ് ഉണ്ട്. 14th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കോളേജ് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏതാണെന്നാണ് ചോദിച്ചത്. എനിക്ക് കോളേജ് ലൈഫ് ഉണ്ടായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ UG ആയിരുന്നു. സോ എനിക്ക് ആ ഒരു 3 ഇയേഴ്സ് വരില്ല. ഫസ്റ്റ് സെം കോവിഡായിരുന്നു. അപ്പോൾ എനിക്കൊരു 2.5 വർഷത്തോളം എനിക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു കോളേജ് ലൈഫാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ PGക്ക് പോയത് എനിക്ക് കോളേജ് ലൈഫ് അല്ലായിരുന്നു. കോളേജ് ലൈഫിൽ ഞാൻ എല്ലാ മൊമെൻറ്റ്സും ഞാൻ ഹാപ്പി ആയിരുന്നു. ആൻഡ് എനിക്ക് മറക്കാനെന്നല്ല, എനിക്ക് മീൻസ് ഒരു പ്രൗഡായി തോന്നിയൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു ഡാൻസ് ടീം ഉണ്ടായിരുന്നു. ആ ഡാൻസ് ടീം നമുക്ക് ഓരോ ഇയർ ആകുമ്പോൾ നമുക്ക് ഫൈൻ ആർട്സ് എന്നൊരു പ്രോഗ്രാം വരും. ഞങ്ങളൊരു ഡാൻസ് ടീം ഉണ്ടായിരുന്നു. സോ ആ ഡാൻസ് ടീമിൽ നമ്മുടെ ഡാൻസ് എപ്പോഴും എല്ലാവരും ഡാൻസ് കഴിഞ്ഞിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ വരുമല്ലോ. നന്നായിട്ടുണ്ടായിരുന്നു, മീൻസ് ഇതുപോലെ ആരും ചെയ്തില്ല, ലൈക്ക് ഒരു ഡിഫറെൻ്റ് തീം. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പ്രൗഡായിട്ട് തോന്നിയൊരു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ, എനിക്ക് കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഹാപ്പിയാണ്. അതിനേക്കാളും ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൗഡായിട്ട് തോന്നിയ മൊമെൻ്റായിരുന്നു എൻ്റെ ഡാൻസ് ടീം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ആൻഡ് 15th ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആർ യു എ ഹോം സിക്ക് ടൈപ്പ്? ഹോം സിക്ക് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് എ ഹോം സിക്ക്. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഹോം സിക്ക് ടൈപ്പ് അല്ല. ബിക്കോസ് എനിക്കിപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. മീൻസ് വീട്ടിൽ പോയില്ലെങ്കിലും അവരാരെയും കാണാൻ ആഗ്രഹമില്ല, അങ്ങനെയൊന്നല്ല. മീൻസ് വീട്ടിൽ പോയില്ലെങ്കിലും ഐ എം ഹാപ്പി. എൻ്റെ ഫാമിലി എല്ലാവരും ഞാൻ വീഡിയോ കോൾ എപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ദിവസമല്ല, ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട്. സോ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോയില്ലെങ്കിലും ഞാൻ കംഫർട്ട് ആവുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ എൻ്റെ +1 ഞാനൊരു 16th 17th ആകുമ്പോൾ തന്നെ ഞാൻ പ്രോഗ്രാംസിന് പോകാറുണ്ട്. സോ അപ്പോൾ ഞാൻ 1 വീക്കൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. ആ ഒരു ഏജിൽ എൻ്റെ ഫാമിലിക്ക് അത് യൂസ്ഡായി. എനിക്കൊരു കംഫർട്ട് ആവാൻ എനിക്കൊരു സ്പേസ് കിട്ടിയാൽ മതി, അല്ലാതെ ഹോം തന്നെ ആവണമെന്നില്ല. ഞാൻ PGയിലായിരിക്കുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ കംഫർട്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയത്. സോ എനിക്ക് ഓരോ സിറ്റുവേഷൻ ഡിപ്പെൻസ് ആണ്. ഞാനൊരു ഹോം സിക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്നും എന്നെക്കുറിച്ച് ഓൾമോസ്റ്റ് ഐഡിയ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ ആൻഡ് പ്ലീസ് ടു സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോ കോൺസെപ്റ്റിൻ്റെ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലീസ് ടു കമൻറ്റ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് എൻഡിങ് വരെ കണ്ടതിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്. ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.